നമസ്കാരം ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചിത്രത്താഴും അതിൻ്റെ റീമേക്സുമാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ക്ലാസിക്കാണ് മണിച്ചിത്രത്താഴ്. ഇത് അനേകം ഭാഷകളിൽ റീമേക്ക് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഏതാണ് ഇതിൻ്റെ ബെസ്റ്റ് ആൻഡ് വോസ്റ്റ് റീമേക്ക്? നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ബുൽബുലയ്യ ഹിന്ദി വെർഷൻ 2007 റിലീസായി. നമ്മുടെ പ്രിയ സംവിധായകനായ പ്രിയദർശൻ സാറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്. ഒറിജിനൽ സ്റ്റോറി റീടേൺ ചെയ്യുമ്പോൾ ഹിന്ദി ഓഡിയൻസിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുകയും ഹൊറർ, ഡ്രാമ, കോമഡി എല്ലാം പെർഫെക്റ്റായി കലർന്ന ഒരു സിനിമയായി മാറി. എസ്പെഷ്യലി വിദ്യാ ബാലൻ്റെ പെർഫോമൻസ്. ആവണി അഥവാ മഞ്ജുളിക എന്ന റോളിൽ വിദ്യാ ബാലൻ വളരെ പവർഫുള്ളായി തോന്നി. അക്ഷയ് കുമാറിൻ്റെ കോമഡി ടൈമിങ്ങും ഒരു ഫ്രഷ് ടച്ച് ഈ സിനിമയ്ക്ക് കൊടുത്തു. ഈ ഒരു സിനിമ നല്ലൊരു കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു. ബോളിവുഡിലെ ഹൊറർ കോമഡി ജനറയിൽ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ തന്നെ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മണിച്ചിത്രത്താഴിൻ്റെ റീമേക്കുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു സ്പെഷ്യൽ മെൻഷൻ ചിത്രമുണ്ട്. നമ്മുടെ രജനീകാന്ത് സാർ നായകനായി പി വാസു സാർ സംവിധാനം ചെയ്ത ചന്ദ്രമുഖി. ഇതൊരു ഹ്യൂജ് ഹിറ്റായിരുന്നു. തമിഴ് സിനിമയിലെ ഒരു ബെഞ്ച് മാർക്ക് ഫിലിം തന്നെയായിരുന്നു ഇതും. സ്റ്റോറി അതിൻ്റെ തമിഴ്നാടിൻ്റെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിന് പറ്റുന്ന പോലെ പാർഷ്യലി റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ വന്നത്. ആ ഒരു തമിഴ് ഓഡിയൻസിന് പറ്റുന്ന രീതിയിൽ ഈ ഒരു സിനിമ അവർ ആ ഒരു കോണ്ടെക്സ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ഒറിജിനലുമായിട്ട് ചില വ്യത്യാസങ്ങൾ മാത്രമുള്ള നല്ലൊരു റീമേക്കായിട്ട് നമുക്ക് ചന്ദ്രമുഖിയെ കാണാം. അതൊരു ഹ്യൂജ് ഇൻഡസ്ട്രിയൽ ഹിറ്റുമായിരുന്നു. ഇനി വേഴ്സ്റ്റ് റീമേക്ക് നോക്കിയാൽ അത് നാഗവല്ലിയാണ്. തെലുങ്ക് വേർഷൻ 2010 റിലീസായി. എന്നാൽ നായക കഥാപാത്രത്തെ പുൾ ഓഫ് ചെയ്യാൻ വെങ്കടേഷിന് പോലും സാധിച്ചില്ല. ഹൊററും മെലോ ഡ്രാമയും മിക്സ് ചെയ്ത രീതി ഒറിജിനൽ വേർഷൻ്റെ എസൻസ് തന്നെ കളയുന്നതായിരുന്നു. വെങ്കടേഷിൻ്റെ കരിയറിലെ ബിഗസ്റ്റ് ഫ്ലോപ്പ് കൂടിയായിരുന്നു ഈ ചിത്രം. ഇതിൽ ഏത് മൂവിയാണ് കൂടുതൽ എൻജോയ് ചെയ്തത്? കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.